ഇറാന്റെ ആണവ പദ്ധതികളെ ഇസ്രയേൽ ഈ വർഷം ആക്രമിക്കുമെന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ട്. വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇറാൻ അതിവേഗം ആണവായുധം വികസിപ്പിക്കുമെന്ന വിവരത്തെ തുടർന്നാണ് ഇസ്രയേൽ പദ്ധതി തയ്യാറാക്കിയതെന്നാണ് റിപ്പോർട്ട്. ജോ ബൈഡൻ സർക്കാരിന്റെ അവസാന ദിനങ്ങളിലാണ് സമയം തീരുമാനിച്ചത്. ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ ദിനത്തിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിലും ആക്രമണ പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഇറാനിയൻ ഭരണകൂടം അതിവേഗം ആണവായുധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടിനു പിന്നാലെ ഇറാന്റെ ആണവായുധ പദ്ധതികളെ ആക്രമിക്കാൻ ഇസ്രയേൽ സമയം കുറിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതു സംബന്ധിച്ച 2 അസൈൻമെന്റുകളാണ് US ഭരണകൂടത്തിന് സമർപ്പിക്കപ്പെട്ടതെന്നും ഇന്റലിജൻസ് വാർത്താ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വർഷം ആക്രമിക്കുമെന്നാണ് US ഇന്റലിജൻസ് റിപ്പോർട്ട്. ആദ്യ അസൈൻമെന്റ് ജോ ബൈഡൻ സർക്കാരിന്റെ അവസാന ദിനങ്ങളിലും രണ്ടാം അസൈൻമെന്റ് ട്രംപ് സർക്കാരിന്റെ ആദ്യ ദിനത്തിലും സമർപ്പിക്കപ്പെട്ടു. റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ ഇസ്രയേൽ സൈന്യവും പ്രധാനമന്ത്രിയുടെ ഓഫീസും വിസമ്മതിച്ചു. US ദേശീയ സുരക്ഷാ കൗൺസിലും വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല. ആണവേതര ആവശ്യങ്ങൾക്കായാണ് തങ്ങളുടെ ആണവ പദ്ധതിയെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് യുദ്ധേതര ആവശ്യത്തിനല്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കിയിരുന്നു. ആണവ പദ്ധതി കേന്ദ്രങ്ങളിലേക്ക് നിരീക്ഷണ ഏജൻസിയെ ഇറാൻ അനുവദിക്കുന്നതുമില്ല. ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരുടെ ഒരു രഹസ്യ സംഘം ആണവായുധം അതിവേഗം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നതായി US ഇന്റലിജൻസ് വിവരം ന്യൂയോർക്ക് ടൈംസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.